ആകാശത്ത് നിന്ന് നേരിട്ടൊഴുകി വരുന്ന പോലെ അരുവികൾ, അത്രയും ഉയരത്തിൽ പൈൻമരങ്ങൾ, പഞ്ഞിക്കെട്ട് പോലെ വീണുകിടക്കുന്ന മഞ്ഞുപാളികൾ, ആ സ്വർഗത്തിൽ തോക്കെടുത്ത മഹാപരാധികൾക്ക് 26 പേരുടെ ചോരയ്ക്ക്, ആ കൂട്ടക്കുരുതിക്ക് പിന്നിലെ സാത്താൻ തലച്ചോറുകൾ പൂക്കുല പോലെ ചിതറിച്ചാണ് പകരം വീട്ടിൽ. അത് ഈ രാജ്യത്തിന് നേർക്കുനേർ വന്നാൽ പ്രതികാരം ഖൂൻ കബദല ഖൂൻ, ചോരയ്ക്ക് ചോര. അതിലും പഠിക്കാതെ വാവോയ കോടാലികൾ, നേതാക്കളുടെ വെറും വിരട്ടും പോരാൻ ആകാശത്ത് ആക്രോശമായി വന്ന അധമരാഷ്ട്രത്തിന്റെ ശത്രുപ്പടയെ ആധികാരികമില്ലാതാക്കി ആകാശം കോട്ടകെട്ടിക്കാത്തവർക്ക് ആദരം മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രിയുടെ ആദംപൂർ യാത്ര. ഏതോ ഹൈസ്പീഡ് മിസൈലിട്ട താവളം തകർത്തുവെന്നും ഇന്ത്യൻ എയർ ഡിഫൻസിന്റെ ഫയർവാൾ ആവനാഴിയിലെ അജയ് S-400 ഇല്ലാതാക്കിയെന്നും ഗീബൽസിന്റെ പിൻഗാമികൾ ആവർത്തിച്ച് പറയുന്ന കള്ളം പൊളിക്കാൻ കൂടിയാണ് ഒരു കോപ്പിയടി വാർത്താ സമ്മേളനത്തിൽ പറയലാണ്. ഡസൻസ് ഓഫ് പാകിസ്ഥാനി ഡ്രോൺസ് ഹോവേഡ് ഓവർ ക്യാപിറ്റൽ സിറ്റി ന്യൂഡൽഹി. തൊടുത്തുവിട്ട ആയുധക്കളിപ്പാട്ടങ്ങൾ രാജ്യ തലസ്ഥാനത്തെ ആകാശത്ത് കറങ്ങി നടന്നു എന്ന് പറയുന്ന ഏതെങ്കിലും മുഖമില്ലാത്ത സൈബർ കോമാളിക്കൂട്ടമല്ല. അവരുടെ സൈനിക നേതൃത്വം പട്ടാള വക്താവാണ്. അതിർത്തിയിൽ പൊങ്ങിയ വിഷപ്പത്തിക്കടിയേറ്റ് മോന്തകീറിയ പരാജയം മറച്ചുവെക്കാനാണെങ്കിലും ഗ്യാസ് ലൈറ്റിംഗിൽ പറയുന്ന വ്യാജത്തിനൊരു പരിധി വേണ്ടേ സാറേ? PL-15 അബ്ദാലിയും ഫത്താവൺ മിസൈലും അടക്കം ആവനാഴിയിൽ എന്തൊക്കെ തൊടുത്താലും എടോ പാകിസ്ഥാൻ പട്ടാളക്കാര, ഡൽഹി പോട്ടെ, ഈ രാജ്യത്തിന്റെ വ്യോമാതിർത്തി കടക്കുന്ന നിമിഷം ആയുധങ്ങൾക്ക് വിനാശവിധിയാണ് ആകാശ സമാധി. ആർപ്പുവിളിയാണ് അയൽക്കാരന്റെ തെരുവുകളിൽ. ഇന്ത്യയെ തോൽപ്പിച്ചുവെന്നാണ് ആക്രോശം. ഈ മഹാരാജ്യത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ കറാച്ചിയുടെ വേട്ടപ്പട്ടികൾ ഒന്നുകൂടി ചത്തു ജനിക്കണം. അന്നൊരു നാൾ പാകിസ്ഥാനുമായി യുദ്ധം നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇറങ്ങും ഞങ്ങളുടെ മൈറ്റി 7th ഫ്ലീറ്റ്, 7ാം കപ്പൽപ്പട എന്ന അങ്കിൾ സാമിന്റെ അമേരിക്കൻ വിരട്ടോട് പോയി പണി നോക്കാൻ പറഞ്ഞ നിയാസയെ മുട്ടുകുത്തി 71-ലടക്കം ജയിച്ചു എന്നാണ് നിങ്ങളുടെ വ്യാജ പ്രഘോഷണമെങ്കിൽ ഇല്ലാത്ത ജയത്തിന്റെ മായക്കാഴ്ചകൾ ആഘോഷമാക്കിക്കോ. പക്ഷേ മേലാൽ ഞങ്ങളുടെ കൂടപ്പറപ്പുകളുടെ ചോര വീഴ്ത്താൻ ആയുധമായി ഒരുത്തനെങ്കിലും ഈ മണ്ണിൽ കാലുകുത്തിയാൽ എഴുതി വെച്ചോ തെമ്മാടി നേതൃത്വമേ, നിങ്ങളുടെ പട്ടാള ആസ്ഥാനം റാവൽപിണ്ടി ഓർമ്മയാണ്. അതിന്റെ സ്ഥാനം മണ്ണിനടിയിലാണ്, പാതാളക്കുഴി. അഫ്രീദി അടക്കം ആർത്തുപുളക്കലിൽ മറക്കണ്ട. കഴിഞ്ഞിട്ടില്ലേ മഹാരാജ്യത്തിന്റെ പ്രതികാരം? തലച്ചോറിൽ കൊടുംവിഷം കുത്തിവെച്ച് അതിർത്തി കടത്തിവിട്ട ചെകുത്താന്റെ മക്കളെ മൂക്കിൽ പഞ്ഞിയും വെച്ച് നിങ്ങൾ കൊടുത്തുവിട്ട അതേ കലാനിഷ്കവും നെഞ്ചിൽ കുത്തിവെച്ച് അട്ടാരി അതിർത്തിയിൽ വൈകാതെ കൈമാറുന്നുണ്ട്. അസീം മുനീറും അവന്റെ കൂലിപ്പട്ടാളവും. പറ്റിയാൽ ആർമി ആസ്ഥാനത്തോട് ചേർന്നവർക്കൊരു സ്മാരകം പണിയണം. ലാഹോറിലടക്കം ഉച്ചിയിൽ കൊണ്ട വെടിയുടകള് നാണക്കേടുകൾക്ക് പരാജയത്തിന്റെ ഒരു മുടിഞ്ഞ സ്മാരകം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ B. ഗോപാലകൃഷ്ണൻ, കേണൽ S. ഡിന്നി, ശ്രീ ജോസഫ് അനൻ എന്നിവർ ചർച്ചയിൽ. ഞാൻ ശ്രീ S. ഡിന്നിയിലേക്ക് ആദ്യം പോകുന്നു. ശ്രീ S. ഡിന്നി, ഈ പറയുന്ന നമ്മുടെ ആർമി നേതൃത്വത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കോപ്പിയടി പോലെ പാകിസ്ഥാന്റെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്താണ് അയാളുടെ പേര്? പട്ടാള വക്താവ് എന്തോ ഒരു ചൗധരി. ആ ചൗധരി അവിടെ ഇരുന്ന് പറയുന്നത് ഒന്നാന്തരം കള്ളങ്ങൾ ഇങ്ങനെ ആധികാരികമെന്നോണം പറയുകയാണ്. ആദ്യം വിളിച്ചത് ഞങ്ങളല്ല എന്ന് അയാൾ പറയുകയാണ്. ഈ പറയുന്ന S-400 തകർത്തടക്കമുള്ള കള്ളക്കഥകൾ, റഫേൽ അടക്കമുള്ള കള്ളക്കഥകൾ ഈ ചൗധരി അവിടെ നിന്ന് ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ എന്താണ് ആംഡ് ഡ്രോൺസ് എത്രയോ 10-12 എണ്ണം മണിക്കൂറുകളോളം ഡൽഹിയുടെ ആകാശത്ത് കറങ്ങി നടന്നു തുടങ്ങിയ ഒന്നാന്തരം കള്ളങ്ങൾ പറയുകയാണ്. അതേ ആദംപൂരിൽ ഇന്ന് പ്രധാനമന്ത്രി പോകുന്നു. അതേ S-400 മുന്നിൽ രാജ്യത്തോടല്ല ലോകത്തോട് അഭിസംബോധന ചെയ്യുന്നു പ്രധാനമന്ത്രി. കള്ളങ്ങൾ 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 പൊളിയുകയല്ലേ ശ്രീ S. ഡിന്നി? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, നോക്കൂ, നമ്മളിതിനകത്ത് കൂടുതൽ അതിശയമൊന്നും വേണ്ട. പാകിസ്ഥാനിൽ ഇപ്പോഴും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവരുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് 1971 അവർ ജയിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2 രാജ്യമായി മാറിയ 71 യുദ്ധം അവർ ജയിച്ചു എന്ന് അവരുടെ പാഠപുസ്തകങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട്. 65 അവർ ജയിച്ചു. 99 കാർഗിൽ യുദ്ധമേ നടന്നിട്ടില്ല എന്നാണ് അവരുടെ ഒരു വാദം. അപ്പം അങ്ങനെ കള്ളക്കഥകളിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാകിസ്ഥാൻ സമൂഹം. അതിനെ കള്ളക്കഥകൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് താഴെ തട്ടിലേക്ക് കൊടുക്കുന്നതാണ് പാകിസ്ഥാൻ സൈന്യം അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സൈന്യത്തിൽ നിന്ന് ഇതൊന്നും വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില ഫാക്ട്സ് അവർക്ക് സൈന്യത്തിലായാലും ശരി ആർക്കായാലും ശരി അത് മറക്കാൻ പറ്റില്ല. കാരണം ലോകത്തെങ്ങും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉള്ള രാജ്യം 23 മിനിറ്റ് കൊണ്ട് അവരുടെ 1 ഡസൻ എയർബേസ് തകർന്നതായിട്ട് എങ്ങും കണ്ടിട്ടില്ല. അതായത് ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യം 23 മിനിറ്റ് കൊണ്ട് അവരുടെ 1 ഡസൻ എയർബേസ് ആണ് തകർന്നത്. അതാണ് ഭാരതത്തിന്റെ സൈന്യം അവിടെ ചെയ്തത്. അത് അവർക്കും അറിയാം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങൾക്കും അറിയാം, ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ പാകിസ്ഥാൻ അത് സമ്മതിച്ചു തരത്തില്ല. പാകിസ്ഥാന്റെ ആ എയർഫോഴ്സിന്റെ വേറൊരു വക്താവ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പല ഫാക്കൽറ്റി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ഓഫീസറിന് ചാർലി ഗ്രേഡിംഗ് കൊടുക്കും. അതായത് ഏറ്റവും താഴെ ഗ്രേഡിംഗ്, ഒരു ബ്രീഫിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്, ഏറ്റവും താഴത്തെ ഗ്രേഡിംഗ് എന്നാൽ ചാർലി ഗ്രേഡിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫീസറാണ് ഞാൻ കണ്ടത്. അതായത് ആദംപൂരിലെ ബേസ്
അവിടെ S-400 ഉണ്ട്. അതിനെ കണ്ടു കിട്ടാൻ വളരെ പാടാണ്. അത് മൊബൈലാണ്. അത് തന്നെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ ഇംഗ്ലീഷ് വാചകം അടിച്ചിട്ട് എന്നിട്ട് 2 ഫോട്ടോഗ്രാഫ് കാണിച്ച് നോക്കൂ, കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ ബോംബ് ചെയ്തു, അതിനെ ഇല്ലാതാക്കി. ആ ബേസ് ഇനി കുറേ വർഷങ്ങൾക്ക് ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ആ ബേസിലാണ് ഇന്ന് പ്രധാനമന്ത്രി പോവുകയും ആ ബേസിൽ നിന്നിട്ടാണ് ആ സൈനികരെ, വായുസേനയുടെ എയർ വാരിയേഴ്സും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കും. അതേ ബേസിൽ നിന്നിന്റെ ബാക്ക് ഡ്രോപ്പിൽ നിന്നാണ് S-400 അവിടെ കറക്റ്റായിട്ട് നിന്നത്. അപ്പം നോക്കൂ, ഈ കള്ളത്തരത്തിന് ഒരു ലെവലില്ലാത്ത രീതിയിലാണ് ഇന്ന് ഏതൊരു ലോക മാധ്യമം എടുത്താലും അവരുടെ ഒരു ഇന്റർവ്യൂ കാണുക. അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആവട്ടെ, പ്രൈം മിനിസ്റ്റർ ആവട്ടെ, അവരുടെ ഏതെങ്കിലും ഫോറിൻ അഫയേഴ്സ് ഡീൽ ചെയ്യുന്ന ആളുകളായിട്ട് ഇപ്പോൾ അവിടുത്തെ വെളിയിലത്തെ മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുവായി പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ? നോക്കൂ, നിങ്ങൾ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവില്ല. അത് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അറിഞ്ഞതാണ്. ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്, അവർ ഒസാമ ബിൻ ലാദൻ പോലും അവരറിഞ്ഞില്ല, അത് പാകിസ്ഥാൻ ഇന്റലിജൻസ് പോലും അറിയാതാണ് അവിടെ താമസിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പാകിസ്ഥാൻ അക്കാഡമി, മിലിറ്ററി അക്കാഡമി എന്ന് 800 മീറ്റർ അകലെ താമസിച്ചിട്ട് അവിടുത്തെ പാകിസ്ഥാൻ ഇന്റലിജൻസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ കള്ളം വേറെ ഒന്നുണ്ടോ? അപ്പം കള്ളത്തിന് ബേസിൽ നിൽക്കുന്ന ഒരു രാജ്യം 1947 തൊട്ട് ഭാരതം അവരുടെ ശത്രുവാണെന്ന് ആളുകളെ കൊണ്ട് പറഞ്ഞ് അതുപോലത്തെ വിഷം നിറപ്പിച്ച് നമ്മളെ ഒരു ശത്രുവായിട്ട് മാത്രം കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത പാകിസ്ഥാൻ സൈന്യം, ആ സൈന്യത്തിന്റെ ഇതല്ല ഇതിനപ്പുറമുള്ള കഥകളും പറയും. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം ഒരു കാര്യത്തിലും അത് ഏറ്റിട്ടില്ല എന്നാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതിന്റെ കാരണം നമ്മളും അതേപോലത്തെ രീതിയിൽ തെളിവ് സഹിതം നമ്മളെ ബ്രീഫിങ്ങും നമ്മളെ വീഡിയോസും എല്ലാം കാണിച്ച് ഇന്ന് ആർക്കും ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ പറയും, പാകിസ്ഥാന്റെ ഹിസ്റ്ററി അങ്ങനെയാണ്, അവർ ഇനിയും അത് തന്നെ പറയും. അവർ ഒരിക്കലും ഒരു ഇലക്ഷൻ തോറ്റിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഒരു ഇലക്ഷൻ ജയിക്കാത്ത സൈന്യം, പക്ഷെ ഒരു ഇലക്ഷൻ തോക്കാത്ത സൈന്യം, അതുപോലെ തന്നെ ഒരു യുദ്ധവും ജയിക്കാത്ത സൈന്യമാണ് പാകിസ്ഥാൻ സൈന്യം. ഓക്കെ, ശ്രീ ജോൺ ബ്രിട്ടാസ് എംപിയിലേക്ക് പോകും മുൻപ് ഇന്നിപ്പോൾ വിദേശകാര്യ വക്താവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. Specific date, time and wording of the understanding was worked out between the DGMOs of the two countries at their phone call on 10th May 2025, commencing at 15:35 hours. The request for this call was received by MEA from the Pakistani High Commission. Early on 10th morning, we had mounted an extremely effective attack on key Pakistani Air Force bases. Let me be clear, it was the force of Indian arms that compelled Pakistan to stop its firing. As regards conversations with other nations, the message from India was clear and consistent. There were conversations between Indian and US leaders on the evolving military situation. The issue of trade did not come up Yes. in any of these യെസ്, discussions. ഇനി ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതൽ ഈ പറയുന്ന അവിടെ നമ്മുടെ ഈ വെടിനിർത്തൽ വാർത്താ സമ്മേളനത്തിന് അരമണിക്കൂർ മുമ്പ് ട്വീറ്റിലിട്ടതുപോലെ അതിനുശേഷമൊക്കെ പ്രതികരിച്ചതുപോലെ ഇന്നലെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് ട്രംപ് നടത്തിയ പ്രസ്താവനയിലെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. On Saturday, my administration helped broker a full and immediate ceasefire, I think a permanent one, between India and Pakistan, ending a dangerous conflict of two nations with lots of nuclear weapons. We helped a lot. And we helped also with trade. I said, come on, we're going to do a lot of trade with you guys. Let's stop it. Let's stop it. If you stop it, we're doing trade. If you don't stop it, we're not going to do any trade. ജോൺ ബ്രിട്ടാസ്, ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആണവകാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അമേരിക്കൻ എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു B-350 വിമാനം പാകിസ്ഥാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെക്സ് കോഡ്, ആണവ കോഡ് A0319 N111SZ എന്ന് പറയുന്ന US ഫ്ലൈറ്റ് റഡാറിൽ അതിന്റെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്, ദുരൂഹമായി കിടപ്പുണ്ട്. നമുക്കറിയില്ല, കിരാനക്കുന്നിൽ വീണ മിസൈൽ പാകിസ്ഥാൻ ആണവ ബങ്കറിന്റെ മുകളിലാണെന്നും അവിടെ ഒരു ആണവ ചോർച്ചയുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ആരും സ്ഥിരീകരിക്കുന്നില്ല. പോട്ടെ, എന്തായാലും പാകിസ്ഥാൻ ഗതികെട്ടു ഈ ദിവസങ്ങൾ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ എന്തുകൊണ്ടാകാം ഈ ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത് പ്രകോപനപരമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതുപോലെ ഇരു രാഷ്ട്രങ്ങളോട് ഞാൻ പറഞ്ഞു, എന്താണ്, യുദ്ധം നിർത്തിയാൽ ട്രേഡ്, ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് നിർത്താം എന്ന് പറഞ്ഞ് വിരട്ടി, ആ വിരട്ടിന് വഴങ്ങി ഇന്ത്യയും പാകിസ്ഥാനും എന്നൊക്കെ എന്തുകൊണ്ടാണ് ട്രംപ് അവകാശപ്പെടുന്നുണ്ടാവുക? ശ്രീ ജോൺ ബ്രിട്ടാസ്. ഇവിടെ റിട്ടയർഡ് കേണൽ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ
പാകിസ്ഥാനിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. മതഭ്രാന്തിലും തീവ്ര വൈകാരികതയിലും രൂപം കൊണ്ടൊരു രാജ്യത്തിൽ നിന്ന് പച്ച നുണകൾ ഉണ്ടാകുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എക്കാലത്തും പാകിസ്ഥാൻ ഭരണകൂടം എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ്. അത് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇതുപോലുള്ള നുണകളുടെ ചെങ്ങലക്കൂട്ടങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ഇന്ത്യ ശക്തിയായ ആക്രമണം നടത്തി. നമ്മൾ 9 ലൊക്കേഷൻസിൽ നമ്മൾ ശക്തമായിട്ടുള്ള സ്ട്രൈക്ക് നടത്തി. അതിനോട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചു. സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ അത് ഇന്നലെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ നടക്കുമ്പോഴും ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ അർത്ഥവത്തായിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളാണ്. ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ആർഭാടകരമായിട്ടുള്ള ഒരു പ്രതികരണമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് അവഗണിക്കാമായിരുന്നു. പക്ഷേ സുബോധമുള്ള അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എക്സിൽ കുറിച്ചിട്ടുള്ള വളരെ സുവ്യക്തമായിട്ട് കുറിച്ചിട്ടുള്ള ചില ശകലങ്ങളുണ്ട്. അതായത് 2 രാജ്യങ്ങളും സമ്മതിച്ചിരിക്കുന്നു ടു സ്റ്റാർട്ട് ടോക്സ് ഓൺ എ ബ്രോഡ് സെറ്റ് ഓഫ് ഇഷ്യൂസ് അറ്റ് എ ന്യൂട്രൽ സൈറ്റ് എന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇന്ന് വിദേശകാര്യ വകുപ്പിൻ്റെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. വിദേശകാര്യ വക്താവ് എന്ന് പറയുമ്പോൾ അത് വിദേശകാര്യ സെക്രട്ടറിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അത് വിദേശകാര്യ മന്ത്രിയോ വിദേശകാര്യ സെക്രട്ടറിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. അദ്ദേഹം വളരെ സാങ്കേതികമായിട്ട് അർദ്ധ മനസ്സോട് കൂടിയിട്ട് മാത്രമാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയ പ്രതികരണത്തോട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് അതേ ആർജവത്തോടു കൂടി പ്രതികരിക്കേണ്ടത്. ഇത് പച്ചക്കള്ളമാണ്, ഒരു തരത്തിലും ഇവർ പറയുന്നത് വസ്തുതയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനാണ്. ഞാൻ ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായിട്ടും ശ്രവിച്ചു. ഇന്ന് അദ്ദേഹം സൈനിക താവളത്തിൽ എയർഫോഴ്സ് ക്യാമ്പിൽ പോയി നടത്തിയ പ്രസംഗം ശ്രവിച്ചു. അദ്ദേഹം ഈ ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള പ്രതികരണം വരണം. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ ഏകമാനമായിട്ടുള്ള പ്രതിപാദനമല്ല. ചോദ്യങ്ങളും സന്ദേഹങ്ങളും ഉയരുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യം അതിനോട് അർത്ഥവത്തായിട്ട് പ്രതികരിക്കും. അതിനു വേണ്ടിയിട്ട് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതിനോട് ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട 2 സർവകക്ഷി യോഗത്തിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി വിട്ടുനിന്നു. മുൻകാലങ്ങളിലൊക്കെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേരുന്ന സർവകക്ഷി യോഗത്തിൽ പോലും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും സുപ്രധാനമായിട്ടൊരു വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹം ശ്ലാഘിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പോലും സർവകക്ഷി യോഗത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നിൽക്കുന്നു എന്നുള്ളത് അസ്വസ്ഥജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ യുദ്ധത്തിലേക്ക് ആ രാജ്യങ്ങൾ പോകുമ്പോൾ പോലും ആ രാജ്യത്ത് യുദ്ധവിരുദ്ധ റാലികളും ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഏകമാനമായിട്ടുള്ള ചർച്ചയല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ വെടിനിർത്തൽ കഴിഞ്ഞു. ആ വെടിനിർത്തലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അർത്ഥവത്തായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇനി ഈ പറഞ്ഞ പെയ്തിറങ്ങിയ ശേഷമുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് രാജ്യം പ്രവേശിച്ചിരിക്കുകയാണ്. ഒന്ന്, പെഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്വം ആർക്കാണ്? കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയോ? അമേരിക്കയുടെ ഇതുപോലുള്ള വിടുവായുത്തത്തിന് ശക്തമായ ഭാഷയിൽ എന്തുകൊണ്ട് നമ്മൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു? വിക്രം മിശ്രയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണത്തെ എന്തുകൊണ്ട് സർക്കാർ അപലപിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രി ജയശങ്കർ പോലും രംഗത്ത് വന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നു? അതായത് യുദ്ധവെറിയും യുദ്ധജ്വരവും സൃഷ്ടിക്കാൻ വേണ്ടി തീവ്ര വലതുപക്ഷക്കാർ ശ്രമിച്ചപ്പോൾ അതിലേക്ക് ഗവൺമെൻറ് മാറിയിട്ടില്ല എന്നൊറ്റ കാരണം കൊണ്ട് ബലിയാടാക്കാൻ വേണ്ടി ഒരു വിദേശകാര്യ സെക്രട്ടറിയെ
കരുവാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ ആശയവിനിമയങ്ങൾ മാറുന്നതിലുള്ള ഒരു അസ്വസ്ഥതയും കൂടി ഞങ്ങൾക്കുണ്ട്. ജോൺ ബ്രിട്ടാസ് അതിനെ വലിയ ഗൗരവത്തിൽ കാണണം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് മോഹൻലാലിന്റെ ഈ പറഞ്ഞ കേണൽ പദവി തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർഗനൈസർ ലേഖനം വന്നു നേരത്തെ. അപ്പോൾ അത് ആ ലേഖനം എഴുതുന്ന ആൾക്കാരുടെ മനോസ്ഥിതിയുള്ള ആരൊക്കെയോ ചെയ്യുന്നു എന്നതിനപ്പുറം മിസ്രിയ ഗദ്ദാർ, മിസ്രിയ ട്രൈറ്റർ, അദ്ദേഹത്തിന്റെ മകളെ ചേർത്തൊക്കെ പറയുന്നതിന് അങ്ങനെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമുണ്ടോ ശ്രീ ബ്രിട്ടാസ്? അതാണ് നമ്മുടെ രാജ്യത്ത് സർക്കാരിൻ്റെ വക്താവായിട്ടാണ് അദ്ദേഹം ഈ സംഘർഷ സമയത്ത് രംഗത്തേക്ക് വന്നത്. സർക്കാരിന് നിലപാട് പറയാൻ നിയോഗിക്കപ്പെട്ടൊരു ഉദ്യോഗസ്ഥനെതിരെ ഇതുപോലുള്ള ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നു, അദ്ദേഹത്തിന് തൻ്റെ അക്കൗണ്ട് പൂട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതി. അതായത് ഇതേക്കുറിച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ വേണം, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ടെത്തണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാ കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബ്യൂറോക്രസിയാണ്. അപ്പോൾ അവരെയൊക്കെ തളർത്തുന്ന രീതിയിലേക്ക് ഇപ്പം നമ്മൾ സൈനിക ദളങ്ങളുടെ സൈനിക വിഭാഗങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഹാഷ്മി, ഇന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ഒരു മധ്യപ്രദേശിലെ മന്ത്രി നടത്തിയ പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഭീകരവാദികളുടെ സഹോദരിയായിട്ടുള്ള സോഫിയ ഖുറേഷിയെ ഞങ്ങൾ രംഗത്തിറക്കിയെന്ന്. അതായത് അവരുടെ പേര് ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം, അതായത് ഭീകരവാദികളിലെ പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭീകരവാദികളുടെ സഹോദരിയെ, മകളെ തന്നെ ഞങ്ങൾ രംഗത്തേക്ക് ഇറക്കി. ഇതുപോലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ അത് അസ്വസ്ഥജനകമല്ലേ? ഞാനിവിടെ ശരിയാണെങ്കിൽ അങ്ങേയറ്റം വൃത്തികേടാണ് പറഞ്ഞത്. മധ്യപ്രദേശാണോ മഹാരാഷ്ട്രയിലാണോ എനിക്ക് കേട്ടിരുന്നു, എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത കാരണം ഞാൻ പറയാതിരുന്നതാണ്. അത് മധ്യപ്രദേശാണോ മഹാരാഷ്ട്രയാണോ ഒരു മന്ത്രി പറഞ്ഞു എന്നിങ്ങനെ കേട്ടിരുന്നു. പക്ഷെ അത് നമുക്കറിയില്ല എയുടെ കാലമാണ്, പ്രൊപ്പാഗൻഡയുടെ കാലമാണ്. എയുടെ കാര്യമൊന്നുമില്ല, ഞാനത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതാണ്. അതായത് ഇപ്പം മറ്റു ചിലരും ചെയ്യുന്ന പോലെ കിട്ടുന്ന പാടെ ഇത് പറയുന്നതല്ല. മധ്യപ്രദേശിൽ ഇൻഡോറിനടുത്ത് മഹുവിൽ വിജയ് ഷാ എന്ന് പറയുന്ന ഒരു മന്ത്രി നടത്തിയ പ്രസ്താവനയാണ്. അത് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയർന്നു. പക്ഷേ അതേക്കുറിച്ച് പ്രതികരിക്കാൻ മധ്യപ്രദേശ് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഇതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വെടിനിർത്തൽ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടൊരു വിലയിരുത്തലിൻ്റെ സമയമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെക്കുറിച്ച് കേണൽ പറഞ്ഞു. ഒരുപക്ഷെ കേണൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നോക്കുന്നുണ്ടാവില്ല. ഞാൻ ഇന്ന് വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും വാൾ സ്ട്രീറ്റ് ജേർണലും അതുപോലെ തന്നെ ബ്രിട്ടനിലെ ടെലിഗ്രാഫ് ഒക്കെ നോക്കിയതാണ്, CNN ഉൾപ്പെടെയുള്ള നോക്കിയതാണ്. ഇവിടെയൊക്കെ നമുക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് നമുക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച്. അതായത് റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെക്കുറിച്ച് ആധികാരികമായിട്ട് CNN ഉൾപ്പെടെയുള്ള ചാനലുകൾ പറയുന്നുണ്ട്. 2500 കോടി രൂപ വില വരുന്നതാണ് നമ്മുടെ റാഫേൽ എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രമാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരു ഓൺലൈൻ വാർത്ത ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു. അതായത് ഈ റഫേൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ദസോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴേക്ക് പോകുന്നു. അതേസമയം ചൈനീസ് കമ്പനിയായിട്ടുള്ള ചെങ്ഡുവിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങൾ, സർക്കാർ നടപടികൾ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ പറയുന്നതിനെ അംഗീകരിക്കുന്നു, കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിനെ പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണച്ചിരിക്കുന്നു. അതേസമയം ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഏകമാനമായിട്ടുള്ള അനർഗളമായിട്ടുള്ള പ്രതിപാദനം മാത്രമല്ല ജനാധിപത്യത്തിൽ അനിവാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോഴൊക്കെ വാ നിറച്ച് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ട്രംപ് അപ്പോൾ കാണുമ്പോൾ സ്നേഹം മാത്രമാണ്, വിളി മാത്രമാണെന്ന് എത്ര തവണ ബോധ്യപ്പെട്ടു? എങ്ങനെയൊക്കെയാണ് അത് നമ്മൾ ഇന്ത്യ ഒരു നികുതി ഭീകരം നടത്തുന്ന രാഷ്ട്രമാണെന്ന് പ്രധാനമന്ത്രി കൂടെ നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോഴൊക്കെ? അതും പോട്ടെ, F-16 നന്നാക്കാനാണെന്ന് പറഞ്ഞ് ദശകോടിക്കണക്കിന് $രൂപ പാകിസ്ഥാന് കൊടുത്തപ്പോൾ, പാകിസ്ഥാനെ മഹത്തായ രാഷ്ട്രം എന്ന് രണ്ടാവർത്തി വിളിച്ചപ്പോൾ, IMFൻ്റെ ആഫീസിനകത്ത് പാകിസ്ഥാന് ഫണ്ട് കൊടുക്കാൻ വോട്ട് ചെയ്തപ്പോൾ, കാണിക്കുന്ന സ്നേഹമൊക്കെ ഒന്നാന്തരം കച്ചവടത്തിനുള്ള ഉടായ്പാണെന്ന് ബോധ്യമാകുമ്പോഴും എന്തുകൊണ്ടാണ് ട്രംപ് പറയുന്നത് കള്ളമാണ്, ഇത് പാകിസ്ഥാൻ വന്ന് കെഞ്ചി യാചിച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചാണ്, ഞങ്ങളുടെ ഔദാര്യമാണ് എന്നൊരു ശക്തമായ പ്രസ്താവന ഉണ്ടാവാത്തത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഇന്നലത്തെ പോലെ ഇത്രയും ശക്തമായൊരു പ്രസ്താവന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് നാളിതുവരെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടോ? ഒരേ ഒരു ചർച്ച
അത് പാകിസ്ഥാനുമായിട്ട് ഒരൊറ്റ ചർച്ച, അത് മറ്റൊന്നുമല്ല, അത് POK ഞങ്ങൾക്ക് വിട്ടുതരണം, ഭീകരവാദികളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഇത് വിട്ടിട്ടൊരു ചർച്ച പാകിസ്ഥാനുമായിട്ടില്ല എന്ന് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയെ നമ്മളെന്തിനു സംശയിക്കണം? ട്രംപ് പലതും പറയും. ട്രംപ് പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകുന്നത് എന്തിനാ? ട്രംപ് പറഞ്ഞില്ലേ ഗാസയിൽ ഞാൻ ഹോട്ടലുണ്ടാക്കുമെന്നോ റെസ്റ്റോറൻ്റ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞില്ല അയാൾ. ഈ ട്രംപ് പറയുന്നതിൻ്റെ പിന്നാലെ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി പോകേണ്ട ആവശ്യമുണ്ടോ? ജോൺ ബ്രിട്ടാസിന് പറയാം, പക്ഷേ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല. MA ബേബിക്ക് പറയാം ട്രംപ് ലോക പോലീസ് ആവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിക്ക് സംസാരിക്കാം. പക്ഷേ ഒരു പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പറയേണ്ടതേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ 22-ാം തീയതി കഴിഞ്ഞ പെഹൽഗാമിലെ അക്രമത്തിന് ശേഷമുള്ള എല്ലാ ന്യൂസ് ബ്രീഫിംഗ് നിങ്ങൾ നോക്കിക്കോളൂ. ഒരേ ഒരാൾ മാത്രമാണ് സംസാരിച്ചത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ സംസാരിച്ചോ? ആകെ സംസാരിച്ചത് പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി. അവർ തന്നെ ഒരൊറ്റ പ്രാവശ്യമാണ്. പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ സംസാരിച്ചത് ഒരേ ഒരാളാണ്, അത് പ്രധാനമന്ത്രിയാണ്. അല്ലാതെ വായി പോകുന്നത് മാതിരി കോടാലി മാതിരി, വായില്ലാത്ത കോടാലി മാതിരി ഒന്നും ഇന്ത്യയിൽ ആരും പ്രതികരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഓരോ ദിവസവും എന്ത് നടന്നു എന്നത് വളരെ കൃത്യമായ ബ്രീഫിങ് നടത്തേണ്ടതാര സേനാ നായകന്മാർ അവർ കൃത്യമായി നടത്തുന്നു. ട്രംപുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒറ്റ വരി കൊണ്ട് തന്നെ തീർത്തു നരേന്ദ്രമോദി. ഒരൊറ്റ വരി കൊണ്ട് തീർത്തു. ലോകത്തോട് പറഞ്ഞു POK വിട്ടുതരുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാം, വേറെ ഒരു കാര്യവും ചർച്ചയില്ല. ഇതല്ലേ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്ലൈ. ട്രംപെ താൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുക? അങ്ങനെ പറയണമെന്നാണോ നമ്മൾ ചാനൽ ചർച്ച ഇരുന്നോട് പരസ്പരം സംസാരിക്കുന്നത് പോലെയാണോ പ്രധാനമന്ത്രി പറയേണ്ടത്? മോഡി പറയേണ്ട സർ, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയാൽ മതി 4 വരി വാർത്താക്കുറിപ്പ്. വേണ്ടെന്നേ മോഡി പറയണ്ട, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയാൽ മതി 4 വരി വാർത്താക്കുറിപ്പ്. ട്രംപ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളമാണ്, അത് നുണയാണ്, അത് നിർത്തണം, ട്രംപ് അമേരിക്ക നിർത്തണം, നമ്മുടെ സൗഹൃദ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് എന്നൊരു 4 വരി വാർത്താക്കുറിപ്പ് മതിയെന്നേ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇന്ന് വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രൺവീർ ജയ്സ്വാൾ വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു സംശയമില്ലാത്ത കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ബ്രിട്ടാസിന് അത് പോരാ, കാരണം അത് വിദേശകാര്യ സെക്രട്ടറിയുടെ താഴെ ഇരിക്കുന്ന ആളാണ്, മുകളിലിരിക്കുക വിദേശകാര്യ മന്ത്രാലയമാണ് അത് പറയേണ്ടത്. അത് വളരെ കൃത്യമായി പറഞ്ഞു. അതിൽ തൃപ്തി അടയാൻ തയ്യാറാവണം. എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ജനാധിപത്യത്തിന് അസ്വസ്ഥമുണ്ടാക്കുന്നു എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു അസ്വസ്ഥതയും ഇല്ല. ചിലർക്ക് അസ്വസ്ഥതയുണ്ടാവും. ഗംഭീരമായിട്ട് തിരിച്ചടിച്ചപ്പോൾ, ഗംഭീരമായിട്ട് ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്നപ്പോൾ, ഗംഭീരമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാമെന്ന് പലരും ധരിച്ചപ്പോൾ, പാകിസ്ഥാൻ ധരിച്ചപ്പോൾ, ഇന്ത്യയിലെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഇന്ത്യൻ ജനത എന്നു ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് ചൂണ്ടിക്കാണിച്ചു. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കടമയുണ്ട്, കർത്തവ്യമുണ്ട്, എല്ലാ മാധ്യമങ്ങൾക്കും കർത്തവ്യമുണ്ട്. അവരൊക്കെ വളരെ മനോഹരമായിട്ട് അത് നിർവഹിക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ ആ നിർവഹണം, ആ ഒന്നിച്ചുള്ള ആ നിൽപ്പ്, അതിന് കാരണഭൂതൻ അല്ലെങ്കിൽ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യയെ നയിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ആ ഇന്ത്യ നയിക്കുന്ന പ്രധാനമന്ത്രി ആ രീതിയിൽ തന്നെയാണത് ചെയ്തത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന വാക്കുപോലും അതുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന് മാത്രമല്ല, അതിൻ്റെ ആ വിഷയം വെളിയിലേക്ക് പറഞ്ഞത് സ്ത്രീകളാണ്. അതൊക്കെ എല്ലാ അർത്ഥതലങ്ങളിലും കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രംപ് കയറി നേരത്തെ പറഞ്ഞത് നിങ്ങളൊരു കാര്യം, ഞാനും നിങ്ങളും ഇവിടെ ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റേറിയനാണ്, അദ്ദേഹം രാജ്യസഭയിലെ MP ആണ്. കോൺഗ്രസിൻ്റെ ചിദംബരം വളരെ കൃത്യമായി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഉണ്ടല്ലോ, ശശി തരൂർ പറഞ്ഞ ട്വീറ്റ് ഉണ്ടല്ലോ, നമ്മളതിനെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ചിദംബരം പറഞ്ഞ എന്താ, 12 മണിക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾക്കിപ്പോൾ സമയമില്ല, നമുക്ക് 3:35 കാണാം. 3:35 വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു. 3:35 വിളിക്കുമ്പോൾ ഇന്ന് വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിച്ചു, നിങ്ങൾ നിർത്താൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിർത്താം. അതായിരുന്നല്ലോ നമ്മുടെ നേരത്തെയുള്ള സ്റ്റാൻഡ്.
നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ പണ്ട് നമ്മൾ അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് ചെയ്തു. ഇപ്രാവശ്യം മിസൈലിട്ട് 9 കേന്ദ്രങ്ങൾ, ഇസ്ലാമാബാദ് അടക്കം 9 കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ തകർത്തിട്ട് പിറ്റേ ദിവസം ആഷ്മി തന്നെ ഒരു ചർച്ചയിൽ അത് ആമുഖമായി പറഞ്ഞു. പിറ്റേ ദിവസം നമ്മുടെ സൈനിക നേതൃത്വം പറഞ്ഞതെന്താ, ഞങ്ങളുടെ കടമ, ഞങ്ങളുടെ ദൗത്യം അത് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി പാകിസ്ഥാൻ മനസ്സിലാക്കണം, ഭീകരവാദികളെ നിങ്ങൾ ഉന്മൂലനം ചെയ്യണം, അത് നിങ്ങളുടെ കടമ. ശരി, പാകിസ്ഥാനികൾ അതല്ല ചെയ്തത്. തിരിച്ചാക്രമിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കും. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നവരാണ്, ഒറ്റക്കെ നിൽക്കുന്നവരാണ്. നിങ്ങളുടെ ഒരു മന്ത്രി കുൻവർ വിജയ് ഷാ ഒരു വർഗീയ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ആരാണ് കേണൽ സോഫിയ ഖുറേഷിയെ പറ്റി. അച്ഛൻ, അപ്പൂപ്പൻ, ഭർത്താവ് അടക്കം ഒരു ഒന്നാന്തരം സൈനിക കുടുംബമാണ്. അത് തിരുത്താൻ പറയണം കേട്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ഒരു വർഗീയ വൃത്തികേടാണ് അയാൾ പറഞ്ഞത്. അയാളുടെ പേര് കുൻവർ വിജയ് ഷാ. അല്ല ഞാനത് ഒരു കാര്യം പറയാം. അയാൾ പറഞ്ഞത് ഏതർത്ഥത്തിലാണെങ്കിലും വൃത്തികേടാണ് പറഞ്ഞത്. അത് ബ്രിട്ടാസ് പറഞ്ഞതുപോലെ. ഞാൻ അങ്ങ് അയച്ചു തരാം. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അത് ഏതർത്ഥത്തിലാണ് എന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്ത്. നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. എന്താണ് പാകിസ്ഥാൻ ശ്രമിച്ചത്? പാകിസ്ഥാൻ ശ്രമിച്ചത് എന്താ? ഭീകരവാദികളെ കൊണ്ടുവന്ന് ആ ഭീകരവാദികളെ വെച്ച് മതം നോക്കി ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് സൈനിക തലവൻ അസീം മുനീർ പറഞ്ഞു, രാമക്ഷേത്രത്തിൻ്റെ കല്ല് ഞാനാണ് എടുത്തു വയ്ക്കുക. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യം. എന്താ കൃത്യകാര്യം? ഈ ഭാരതത്തിലെ ഹിന്ദുക്കളെയും ഭാരതത്തിലെ മുസ്ലിങ്ങളെയും രണ്ടായി കാണിക്കുക. അങ്ങനെ പരസ്പരം അതിനുള്ളിൽ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി. ഞാൻ മനസ്സിലാക്കിയതാണ്, തെറ്റാണെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തോളൂ. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇവിടെ പല സോൾജിയേഴ്സും ചർച്ചകളിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടാണ്. ഇന്ത്യൻ സേനയുടെ വിവരങ്ങൾ വെളിയിൽ പറയുന്നത് ഖുറേഷിയാണ്. ആ ഖുറേഷി ഏതർത്ഥതലത്തിലായാലും ശരി ഇന്ത്യയുടെ കാര്യങ്ങൾ വെളിയിൽ പറയുന്ന സൈനികർക്ക് മതം നോക്കിയാണോ സൈനികരെ ഇടുന്നത്? എന്ത് അർത്ഥതലം എന്നാണ്? സൈനികരെ മതം നോക്കിയാണോ ഇടുന്നത്? കേണൽ ഖുറേഷിയുടെ അച്ഛൻ, കേണൽ ഖുറേഷിയുടെ അപ്പൂപ്പൻ, കേണൽ ഖുറേഷിയുടെ ഭർത്താവ്, എന്താണ് ബ്രിഗേഡിയർ താജുദ്ദീൻ, ഇവരൊക്കെ മതം നോക്കി എടുത്തവരാണോ? സാറേ, BJP-യുടെ ഈ പറയുന്ന കുൻവർ വിജയ് ഷാ എന്ന് പറയുന്ന ആ മന്ത്രിയുടെ വിവരക്കേട് വിട്. ബി ഗോപാൽ എന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നിട്ട് ഇങ്ങനെ പറയല്ലേ? അങ്ങനെ പറയല്ലേ? ഇവിടെ കേണൽ സോഫിയ ഖുറേഷി അവിടെ ആർമിയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വനിതാ നേതാവ്, ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. അവരാദ്യം പ്ലാറ്റൂണെ നയിച്ച ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്, സമർത്ഥയായ ലീഡറാണ്. താങ്കൾ എന്തർത്ഥത്തെ പറ്റിയാണ് പറയുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ? ഒന്ന് കേൾക്കാൻ തയ്യാറാവും, വെറുതെ കടന്ന് ചൂടാവല്ലേ. ഞാൻ പറഞ്ഞ എന്താ, നിങ്ങളുടെ തന്നെ പല ചർച്ചകളിലും കേരളത്തിൽ, ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലാക്കും, കേരളത്തിലെ തന്നെ പല ചർച്ചകളിലും വലിയ വലിയ സോൾജിയേഴ്സ് ആയിട്ടുള്ള, കേണലായിട്ടുള്ള പല രീതിയിലുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവർ സൂചിപ്പിച്ചിരുന്നു ഇത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഒരു കേണലായിട്ടുള്ള ഒരാളും ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളും പറഞ്ഞില്ല കേണൽ സോഫിയ ഖുറേഷിയുടെ മതം ഏതാന്ന്. ഒരു കേണലും ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞു. ഡിന്നിയോട് ചോദിച്ചു നോക്കാം, നമുക്ക് ഡിന്നി പറയുന്നു, പറയട്ടെ. പറയില്ല. ഞാൻ എന്തോ പറയുന്നത്? ഒരു മിനിറ്റ്, ഒരിക്കലും ഞാനൊന്ന് പറഞ്ഞ് തീർക്കട്ടെ. അപ്പം നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കല്ലേ. നിങ്ങൾ എന്നോട് ചോദിച്ചാലേ, ഒരു കാരണവശാലും മതത്തിൻ്റെ പേരിൽ, സൈന്യത്തെ മാത്രമല്ല, ഈ ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ഒരു നീരസമോ അഭിപ്രായ പ്രകടനവും നടത്താൻ പാടില്ല. ആരെങ്കിലും അത് നടത്തിയാൽ അത് തെറ്റാണ്. അത് ഖുറേഷിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ അവിടെയാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു വരിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഹാഷ്മി, ഞാൻ സൂചിപ്പിച്ചത്. പ്ലീസ് ലിസൺ. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വരിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഏതാ വരി? ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നു. നമുക്കൊറ്റക്കെട്ടായി നിൽക്കണം, ഒരു മനസ്സായി നിൽക്കണം. ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നിന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും ഭാരതത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതാണ് അത് വ്യക്തമാണ്. മറ്റാരുടെ മതം നോക്കിയാലും സൈന്യത്തിന്റെ മതം നോക്കല്ലേ? അങ്ങനെ സൈന്യത്തിന്റെ മതം നോക്കുന്ന ഏത് കുൻവർ വിജയ് ഷാ ആണെങ്കിലും, അയാൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും നിരുപാധികം തള്ളിക്കളാം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ട്രഡീഷൻ. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു. ജോസഫ് ആന്റണി, ശരിയാണ്. അത് ഏത് കുൻവർ വിജയ് ഷാ ആണെങ്കിലും തള്ളിപ്പറ, നിരുപാധികം. ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ ട്രംപ് ആവർത്തിക്കുകയാണ്. അതിപ്പോൾ മാത്രമാണോ? ട്രംപ് ആദ്യം ട്വീറ്റ് ഇട്ടതിൽ തന്നെ പറയുന്നതാണ് ഞങ്ങളുടെ മീഡിയേഷൻ. മാർക്കോ റൂബിയോ ഞങ്ങളുടെ മീഡിയേഷൻ. മറ്റേ എന്താണ് വിൻസ്, അയാൾ പറയുന്നത് ഞങ്ങളുടെ മീഡിയേഷൻ.
ഇതൊന്നും പോരാഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ ഒന്ന് പറയുകയാണ്, എന്താണ്, നിങ്ങൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം മുടക്കും എന്ന് പേടിപ്പിച്ചു. അപ്പോഴത്തേക്ക് രണ്ട് രാഷ്ട്രങ്ങൾ പേടിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഇഷ്ടം പോലെ കച്ചവടം നടത്തും. ഇത് ഇന്ത്യ കളിയാക്കലല്ലേ? ഇതിൻ്റെ കളിയാക്കലല്ലേ ശ്രീ ജോസഫ് ആന്റണി? ആ കളിയാക്കലിന് അർഹിക്കുന്ന മറുപടി കൊടുക്കേണ്ട രാജ്യം. ഹാഷ്മി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രംപ് എല്ലാ കാലത്തും ഇന്ത്യയെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കാലം മുതൽ, ആദ്യം അധികാരത്തിൽ വന്ന സമയം മുതൽ ഈ നിമിഷം വരെ ഇന്ത്യക്കെതിരായിട്ട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. നമുക്കറിയാമോ, അദ്ദേഹം ഒന്നാമത്തെ തവണ പ്രസിഡന്റായിരിക്കുമ്പോൾ ഇന്ത്യയെ അദ്ദേഹം വിളിച്ചത് ചുങ്കരാജാവെന്ന് വിളിച്ച് കളിയാക്കി. എന്നിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞു ഇന്ത്യയിൽ ശുദ്ധവായുവുമില്ല ശുദ്ധജലവുമില്ല എന്ന്. നമ്മൾ ആക്ഷേപിക്കുകയാണ് എന്ന് മാത്രമാണ്. അദ്ദേഹം ഒന്നാമത്തെ തവണ അധികാരത്തിരിക്കുമ്പോൾ GSP എന്ന് ലിസ്റ്റിൽ നിന്ന്, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്, നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി എടുത്തു കളഞ്ഞു. അതിലൂടെ നമുക്ക് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി പുതിയതായിട്ട് ചുമത്തി നമുക്ക് ഒരുപാട് നഷ്ടം വന്നു. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം ഒന്നാം തവണ ചെയ്ത കാര്യം ഒന്നാമത്തെ ട്രംപ് ഭരണകാലത്ത് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വികസ്വര രാജ്യമാണ്, നമ്മൾ വികസിച്ച് കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വികസ്വര രാജ്യത്തിൽ നിന്നും വെട്ടി വികസിത രാജ്യത്തിലാക്കി എന്ത് പറ്റി, നമുക്ക് അതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അന്തർദേശീയ തലത്തിൽ ഇല്ലാതായി. ഇങ്ങനെയുള്ള, അതായത് ഒന്നാം ഭരണകാലത്ത് മുതൽ തന്നെ നമ്മളെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റാണിത്. അതുപോലെ അതിൻ്റെ ആവർത്തനമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിനേക്കാൾ ഗുരുതരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മൾ ഒരുപാട് വർഷങ്ങൾ, ഏതോ 10-20 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഈ ഹൈഫണേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. എന്ത് അന്തർദേശീയ വിഷയം വന്നാലും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യുക. അമേരിക്കൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ദക്ഷിണേഷ്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും സന്ദർശിക്കുക. ഇങ്ങനെ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും കാശ്മീർ പ്രശ്നം പരിഹരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ബോധപൂർവം നമ്മുടെ ഭരണാധികാരികൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കാശ്മീരിനെ ഒറ്റപ്പെടുത്തുകയും കാശ്മീർ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് കാശ്മീരിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കഴിയുന്ന രാജ്യമല്ല പാകിസ്ഥാൻ എന്നുള്ള തരത്തിൽ അത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ നേടിയെടുത്തതിനെ അട്ടിമറിക്കുന്ന വളരെ ഡിസർവീസ്, വളരെ വലിയ ദ്രോഹമാണ് വാസ്തവത്തിലൂടെ ചെയ്തത്. എന്താണ് ഞാൻ പറയാം. നമുക്കറിയാം, ഈ പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ ആരുണ്ട് ഇവിടെ? JD വാൻസ് ഉണ്ട്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്താണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും പെരുമ്പറ മുഴക്കുന്ന രാജ്യമാണ്. എന്നിട്ട് ഈ പ്രശ്നത്തിൽ, അതായത് സ്വാഭാവികമായിട്ടും 26 നിസ്സഹായരായിട്ടുള്ള വ്യക്തികളെ മതം നോക്കി വെടിവെച്ച് കൊന്നാൽ അതിനെതിരെ ഇന്ത്യ പ്രതികരിക്കുമെന്ന് ഏതൊരു സെൻസുള്ള ഭരണാധികാരിക്ക് അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ, ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന കാര്യം ചെയ്തത് അതിനിഷ്ഠൂരമായ പ്രവൃത്തിയാണ് എന്നും ഇത് സംഘർഷത്തിലേക്ക് വളരുമെന്നും അങ്ങനെ സംഘർഷത്തിലേക്ക് വളരാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിനോടും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തോടും പറയാൻ ബാധ്യതയുള്ള ആളായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ സംഭവം നടന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു, എന്താണ് ഈ പഹൽഗാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? എയർഫോഴ്സ് 1 എന്ന് പറയുന്ന ഫ്ലൈറ്റിനെ വെച്ച് പത്രപ്രവർത്തകർ ചോദിച്ചതാണ്. അപ്പോൾ എന്താ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ തർക്കമെന്ന് പറയുന്നത് 10,500 വർഷം പഴക്കമുള്ള സംഘർഷമാണ്. ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്ന രാജ്യങ്ങൾ ഉണ്ടായിട്ട് തന്നെ 78 വർഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ യാതൊരു ചരിത്രബോധവുമില്ലാത്ത, യാതൊരു രാഷ്ട്രീയ ധാരണയുമില്ലാത്ത ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. എന്ന് മാത്രമാണോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, അവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ തീർത്തോളും എന്ന് പറഞ്ഞു. അതിനുശേഷം മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി എന്താ പറഞ്ഞത്? അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്, അത് അവർക്ക് പരിഹരിക്കാൻ കഴിയും, ഇതിലിടപെടേണ്ട കാര്യം ഞങ്ങൾക്കില്ല. 2 ദിവസം മുമ്പ് വരെ പറഞ്ഞാണിത്. അങ്ങനെ 2 ദിവസം മുമ്പ് വരെ പറഞ്ഞതിന് പെട്ടെന്ന് എങ്ങനെയാണ് ഈ യു-ടേൺ ഉണ്ടായത്? എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ പോലെയുള്ള സൈനികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി ശക്തമായ രാജ്യത്തോട് കിടപിടിച്ച് നിൽക്കാനുള്ള യാതൊരു ശേഷിയുമില്ലെന്ന് ഒന്നാമതായിട്ട് അറിയുന്ന പാകിസ്ഥാനാണ്, രണ്ടാമതായിട്ട് അറിയുന്നത് അമേരിക്കയാണ്, മൂന്നാമതായിട്ട് അറിയുന്നത് സൗദി അറേബ്യയാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയാൽ ഈ രാജ്യം
രാജ്യം തവിടുപൊടിയായി പോകും. കാരണം എന്താണ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ബലൂചിസ്ഥാനിൽ പ്രശ്നം, ഖൈബർ പഖ്തൂൺഖ്വയിൽ പ്രശ്നം, ഇമ്രാൻഖാൻ്റെ ആളുകൾ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ധനകാര്യ സമ്പത്തില്ല, IMFിൻ്റെയും ലോകബാങ്കിൻ്റെയും ADBയുടെ വരെ പൈസ വാങ്ങിച്ചാൽ മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്ന രാജ്യം എങ്ങനെ യുദ്ധത്തിൽ നിൽക്കും? അതുകൊണ്ട് പെട്ടെന്ന് നമുക്കറിയാം, ഇവിടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി വരുന്നു, അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള വരവാണ് വന്നത്. പെട്ടെന്ന് സൗദി അറേബ്യയിൽ നിന്നും വിദേശകാര്യ വകുപ്പ് മന്ത്രി വരുന്നു, പ്രഖ്യാപിക്കാതെ വരുന്നു. ഇവരെന്തിനാണ് വന്നത്? ഇവർ വന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ടാണ് വന്നത്. അങ്ങനെ പാകിസ്ഥാനുമായിട്ട് വേണ്ടി വക്കാലത്ത് വന്നപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ വളരെ റെസ്പോൺസിബിൾ കൺട്രിയാണ്, ഞങ്ങളുടെ റെസ്പോൺസ്, ഞങ്ങളുടെ പ്രതികരണം റെസ്പോൺസിബിളാണ്, ഞങ്ങളെ ആക്രമിച്ചവരെ ഞങ്ങൾ അതിന് ഉത്തരവാദികളായവരുടെ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കിനി വേറെ ആക്രമണത്തിന് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കോ പട്ടാള കേന്ദ്രങ്ങളിലേക്കോ ഞങ്ങൾ ആക്രമണം നടത്തില്ല. പക്ഷേ ഇവർ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. നമ്മൾ തിരിച്ചടിച്ചു, അവർ ആക്രമിക്കാൻ ശ്രമിച്ചു, നമ്മൾ തിരിച്ചടിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞു, നിങ്ങൾ ഇടപെട്ടിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണം. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ അമേരിക്കയോട് പറയുമ്പോൾ അവർ കേൾക്കുന്നത്? നമുക്കറിയാം, നാളെ അമേരിക്കൻ പ്രസിഡന്റ് സൗദി അറേബ്യയിൽ വരികയാണ്. ഇപ്പോൾ തന്നെ UAEയിൽ വന്നിട്ട് അദ്ദേഹം ബില്യൺ കണക്കിന് ഡോളർ ആയുധ വിൽപ്പനയുടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. സൗദി അറേബ്യയിലും അതുപോലെ അതിനേക്കാൾ ശക്തമായ ആയുധ വ്യാപാരം നടത്താണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാന് വേണ്ടി നടത്തുന്ന വക്കാലത്ത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ സൈനിക നേതൃത്വങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായതാണ്, ആകെ 4 ദിവസത്തേക്കുള്ള കളിപ്പാട്ടായുധങ്ങളുമായി വന്നതാണ് പാകിസ്ഥാൻ. അടിമുടി സമസ്ത മേഖലകളോ പരാജയപ്പെട്ടതാണ്. അവരുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന തന്ത്രപ്രധാനമായ അവരുടെ ഈ JF-17 ഒക്കെ ഹൗസ് ചെയ്തിരിക്കുന്ന എയർപോർട്ടിലടക്കം കയറി അടിച്ചില്ലാതാക്കിയതാണ്. റാവൽപിണ്ടി സ്റ്റേഡിയം അടക്കം ഇല്ലാതാക്കിയതാണ്. ഈ പറയുന്ന കിരാനയിൽ, അവരുടെ കിരാന കുന്നുകൾക്ക് താഴെ അവരുടെ ആണവ ബങ്കറിന് മുകളിൽ ഈ മിസൈൽ വീണമെന്നും അതിൽ ചോർച്ചയുണ്ടായെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. തോറ്റ് പിൻവാങ്ങിയതാണ് പാകിസ്ഥാൻ. അതിൽ ഈ ട്രംപ് 8 കാലിമ മൂഞ്ഞിൻ്റെ പണിയെടുക്കാൻ വരുവാണെങ്കിൽ അത് എടുക്കരുത് എന്ന് പറയാനുള്ള ബാധ്യസ്ഥത രാജ്യമെന്നുള്ള നമുക്കുണ്ട്. ഞാൻ തിരികെ എത്താം എസ്റ്റിനിയിലേക്കും ബ്രിട്ടാസിലേക്കും ഇടവേളയ്ക്ക് ശേഷം. കേണൽ എസ്റ്റിനി, ഈ പറയുന്ന പ്രൊപ്പഗണ്ട അത് പരമാവധി പ്രൊപ്പഗണ്ടയാണെന്നും അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചതൊക്കെ ഉടായ്പാണെന്നും ഒക്കെ നമ്മൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഓരോന്നോരോന്നായി അത് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഈ ആഗോള മാധ്യമങ്ങൾക്ക് അതത്ര വിശ്വാസം വരാത്തത് എന്തുകൊണ്ടാണ്? ശ്രീഡിന്നി, പ്രൊപ്പഗണ്ടയിൽ എന്തുകൊണ്ടാണ്, ഈ വ്യാജങ്ങളിൽ, കള്ളങ്ങളിൽ എന്തുകൊണ്ടാണ് അവരും വീണു പോകുന്നത്? നോക്കൂ ശ്രീ ഹാഷ്മി, ബഹുമാനപ്പെട്ട MP ശ്രീ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിൻ്റെ വളരെ വാലിഡ് ആണ്. അതിന് ചോദിക്കാനുള്ള ഫുൾ അധികാരമുണ്ട്. അത് അദ്ദേഹം മാത്രമല്ല, എനിക്കൊന്ന് രാജ്യത്തുള്ള എല്ലാവർക്കും ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതിനൊന്നും സംശയമില്ല. പക്ഷെ നമ്മൾ ഈ ചോദിക്കുമ്പോഴും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പം ശ്രീ ജോൺ ബ്രിട്ടാസ് തന്നെ പറഞ്ഞു, ഹിന്ദുസ്ഥാൻ ടൈംസ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ധാരാളം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഫോറിൻ മാധ്യമങ്ങൾ, ഈ ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരു രീതി ഉണ്ട് എന്നും കൂടെ നമ്മൾ അത് കറക്റ്റാണെന്നുള്ളതും നമ്മൾ അറിയാമല്ലോ. അത് അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് ഒരു 5 വിമാനം തകർന്നു വീണു എന്നുള്ളത്, നമ്മളെ ഒരു 5 വിമാനം തകർന്നു വീണു എന്നുള്ളൊരു ന്യൂസ് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നു. പല യൂട്യൂബ് ചാനലുകാരൊക്കെ അത് എടുത്ത് ഭയങ്കരമായിട്ടൊക്കെ എടുത്ത് ചെയ്തു. അതിനെ ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോൾ അതിൻ്റെ ന്യൂസ് വന്നത് ഏതോ ഒരു വിദേശ ഇതുപോലത്തെ CNN, BBC, ന്യൂയോർക്ക് ടൈംസ്, ഇതുപോലത്തെ വാഷിംഗ്ടൺ പോസ്റ്റ്, ഇതുപോലത്തെ ഏതോ ഒരെണ്ണം എടുത്തിട്ട് അവർ കോട്ട് ചെയ്യുന്ന ഏതോ ഒരു ഫ്രഞ്ച് ഒഫീഷ്യലിനെയാണ്. ഫ്രഞ്ച് ഒഫീഷ്യൽ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഏത് ഫ്രഞ്ച് ഒഫീഷ്യൽ, എന്ത് പേര് ഒന്നും അറിയില്ല. അപ്പോൾ അത് അറിയാതെ എടുത്തിട്ടു, അത് ട്വിറ്ററിൽ പോയി, അത് വൈറലായി, അത് നമ്മളെ ആളുകളെടുത്തു. അപ്പോൾ എന്താ പറ്റിയത്? 5 വിമാനങ്ങൾ പോയെന്ന്. നോക്കൂ, നമ്മൾ ഒഫീഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ ഒരു പ്രിൻസിപ്പിൾ വിളിക്കുന്നത്. അതായത് നമ്മുടെ അടുത്ത് ഒഫീഷ്യലി എന്താണ് പറയുന്നത് അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ DG എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ ഭാരതി, അദ്ദേഹം പറഞ്ഞെന്താണ്, എൻ്റെ ഈ ചോദ്യം അവിടെ ചോദിച്ചിരുന്നു, റഫാൽ വല്ലതും പോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല, കാരണം അത് നമ്മുടെ ഓപ്പറേഷൻസ് ഇൻ പ്രോഗ്രസ് ആണ്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, എൻ്റെ എല്ലാ പൈലറ്റും തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ പൈലറ്റും തിരിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അർത്ഥം എന്താണ്? പൈലറ്റ്സ് എല്ലാം സേഫാണ്. ഇനി പൈലറ്റ്സ് സേഫാണ്, എന്നെ പോലുള്ള സൈനികന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഡ്യൂറിങ് ട്രെയിനിങ്, ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസിന് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് പോലും ഒരു 10% അടുപ്പിച്ചുള്ള കാഷ്വാലിറ്റീസ് നമ്മൾ അക്സെപ്റ്റബിൾ ആണ്. അതായത് ആ ട്രെയിനിങ് വേസ്റ്റ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു എയർക്രാഫ്റ്റ് വെച്ചാലും ശരി, ടാങ്ക് പോയാലും ശരി, ഇൻഫൻട്രി, നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു വേസ്റ്റേജ്
അത് അക്നോളജ്ഡ് ആണ്, അത് വരും. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്ന എന്താണ്, യുദ്ധത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ്, ആ രീതിയിലുള്ളത്. അപ്പോൾ ഒരു കോമ്പാറ്റ് നടക്കുമ്പം, കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യമായിട്ടാണ്? ഒരു ന്യൂക്ലിയർ പവർ രാജ്യമാണ്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡോമിനൻസ് ചെയ്തുകൊണ്ട് ആളുകളുടെ ഒരു തോന്നലുണ്ട് അവിടെ ഒന്നും ഇല്ലാന്ന്. അങ്ങനല്ല, അവർക്കും സൈന്യമുണ്ട്, അവരുടെ എയർഫോഴ്സ് ഉണ്ട്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അവർക്ക് നേവി ഉണ്ട്, ആർമി ഉണ്ട്. അവർ ഏറ്റവും ശക്തിശാലിയുമായിട്ടുള്ള ഒരു ടോപ്പ് 15 രാജ്യങ്ങളിൽ വരുന്ന ഒരു സൈന്യമാണ്. അവർ വെറുതെ ഇരിക്കുന്നതല്ല. പക്ഷെ നമ്മളെ ഡോമിനൻസ് ഇത്ര മാത്രമായിരുന്നു ആളുകൾക്ക് തോന്നിയ ഒരു വൺ സൈഡഡ് ആണ്. അങ്ങനല്ല, വൺ സൈഡ് ആവാൻ ഒരിക്കലും സാധിക്കത്തുമില്ല. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചോളം അത് എത്ര കോടിയായാലും ശരി, എന്നെ സംബന്ധിച്ചോളം ആ പൈലറ്റുമാർ സേഫ് ആണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒന്ന്, ഒരു ഭാരതീയത്തിനെ നഷ്ടപ്പെടുന്നു. രണ്ടാമത്, അതിലുപരി ഒരു ട്രെയിൻഡ് പൈലറ്റിനെ ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം പാടാണെന്നുള്ളത് നമുക്കറിയാം. ഒരു ട്രെയിൻഡ് പൈലറ്റ് ഒരു ലോസ് എന്ന് പറഞ്ഞാൽ അത് വലിയാണ്. മൂന്നാമതായിട്ട് എപ്പോഴും ഒരു സൈനികൻ അവരുടെ കുടുംബത്തിനെയും, അല്ലെങ്കിൽ അവർ ഓക്കെ ഫൈൻ, അവരത് ഡ്യൂട്ടിയാണ്, എന്നാലും നമുക്ക് ഒരു ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ്, ഫാമിലിക്ക് ലോസ് ആണ്, രാജ്യത്തിന് ലോസ് ആണ്. അപ്പം പൈലറ്റ്സ് എല്ലാം സേഫ് ആണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ലോസ് എത്ര എന്നൊക്കെ പിന്നീട് അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ആ DG എയർ ഓപ്പറേഷൻസ് പറഞ്ഞു എത്ര പേരെ നിങ്ങൾ പാകിസ്ഥാൻ ഏതൊക്കെ എയർക്രാഫ്റ്റ് താഴ്ത്തിയ അല്ലെങ്കിൽ ഇട്ടു എന്ന് പറഞ്ഞു, അതും പറഞ്ഞില്ലല്ലോ, അതും കൺഫേം ചെയ്തില്ല. അത് അവർ ചെക്ക് ചെയ്യട്ടെ, അവർ എത്ര, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. എത്ര പേരെ കൊന്നു അല്ലെങ്കിൽ എത്ര പേരെ അത് ചെയ്തു, അതും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞങ്ങളെ ഒരു മിഷൻ ഉണ്ടായിരുന്നു, ആ മിഷൻ ടെററിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ടെററിസ്റ്റിനെ ഇല്ലാതാക്കുക, ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കുക. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. ഞങ്ങൾക്ക് എത്ര ബോഡി ബാഗ്സ് അവിടെ ഉണ്ടായിരുന്നു, എത്ര കൗണ്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്കില്ല. ഇതാണ് നമ്മുടെ നയം. പക്ഷെ വെളിയിലുള്ള രാജ്യങ്ങളിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറെ വർഷങ്ങളായിട്ട് തന്നെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അവർ ഇന്ത്യയുടെ ഒരു കാര്യം നല്ല രീതിയിൽ ഹൈലൈറ്റ് ഒരിക്കലും ചെയ്യത്തില്ല. നമുക്ക് തന്നെ അറിയാം, ഞാൻ അവിടെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വൺ സൈഡഡ് നറേറ്റീവാണ്. ശരിയാണ്, അതെന്തുമായിക്കോട്ടെ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ റഫാൽ നഷ്ടമായ ചോദ്യത്തിന് യുദ്ധത്തിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ റഫാൽ നഷ്ടമായി എന്നിരിക്കട്ടെ, പക്ഷേ റഫാൽ നഷ്ടമായെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റഫാൽ നഷ്ടമായെങ്കിലും എന്താണ്, അത് നഷ്ടമായില്ല എന്ന് വിശ്വസിക്കാനാണ് പൗരൻ എന്നുള്ളത് എനിക്ക് ഇഷ്ടം. നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ഈ പറഞ്ഞ ബൈസൺ വാലിയിൽ അവർ മതം ചോദിച്ച് വെടിവെച്ച് എന്തിനാണ്? ഈ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ. ഇവിടെ വർഗീയ കലാപം ഉണ്ടായോ? ഇല്ലെന്ന് മാത്രമല്ല, ആ തന്ത്രം ഒന്നാന്തരം രീതിയിൽ ഈ കാശ്മീർ ജനതയടക്കം ഈ രാജ്യം ഒറ്റക്കെട്ടായി പൊളിച്ച് കൈക്കൊടുത്തു. അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? ഇവിടെ എടപ്പള്ളിയിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ പറഞ്ഞു, എനിക്ക് ഇവിടെ 2 സഹോദരന്മാരെ കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ കൊല്ലപ്പെട്ട 6 ദിവസം മാത്രം മധുവിധുമധുരം നുകർന്ന ഹിമാൻഷു എന്താണ് പറഞ്ഞത്? ആർക്കെതിരെയും വെറുപ്പ് വളർത്തത് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് പൊളിച്ചു കൊടുത്ത് നമ്മൾ ഈ പറയുന്ന കുൻവർ വിജയഷായെ പോലെയുള്ള ഐക്യം തകർക്കാൻ ഇറങ്ങിയാൽ അതിനെയും അതിജീവിച്ച് നിൽക്കണ്ടേ? നമ്മൾ ഡിവൈഡ് ആവാൻ പാടുണ്ടോ ഏത് രാഷ്ട്രീയ വ്യത്യാസത്തിലും? ശ്രീ ജോൺ ബ്രിട്ടാസ്. ഹാഷ്മി, അതായത് ഞാൻ ക്വിക്കായിട്ട് ഹാഷ്മിയുടെ ഇതിലേക്ക് വരാം. അതിന് മുമ്പ് കേണൽ ഡിന്നി പറഞ്ഞ കാര്യത്തോടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രതികരിക്കട്ടെ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ റഫാലിൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഇതൊക്കെ ചിലത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതായത് ഒരു സംവിധാനത്തിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അല്ലാതെ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള യുദ്ധോപകരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല. അത് ബന്ധപ്പെട്ട ഏജൻസികൾ സമ്മതിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വിദേശകാര്യ സെക്രട്ടറി അന്ന് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ 36 മണിക്കൂറേ ആയിട്ടുള്ളൂ, സമയമാകട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സൈനിക വക്താക്കൾ പറഞ്ഞപ്പോൾ അവർ പൈലറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇന്നത്തെ വാഷിങ്ടൺ പോസ്റ്റിലെ വാർത്ത ഞാൻ സൂചിപ്പിക്കാം. 2 റാഫേൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇന്ത്യ സർക്കാർ കൃത്യമായിട്ട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഇൻവെർട്ടർ കോമ ഇത് വ്യാജ വാർത്തയാണെങ്കിൽ ആ വ്യാജ വാർത്തകളെ പിന്നോട്ട് തള്ളണം നമ്മൾ. അല്ലാതെ നമ്മൾ ആ വ്യാജ വാർത്തകൾ ഇങ്ങനെ കൂടുതൽ വിശ്വാസ്യത ആർജിക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. ഞാൻ ഒന്നും കൂടി ഡിന്നിയോട് ഓർമ്മപ്പെടുത്താം. അതായത് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയപ്പോൾ ട്രംപ് പറഞ്ഞു F-35 വിമാനം ഇന്ത്യ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സൈന്യത്തിൻ്റെ വക്താക്കൾ പറഞ്ഞു ഇത് യൂസ്ലെസ് ആയ ഒരു സാധനമാണ്, ഇതൊന്നും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ യുദ്ധസാമഗ്രികളുടെ സജ്ജതയെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അത് കേവലം ഒരു പട്ടാളക്കാരൻ മാത്രം തീരുമാനിക്കുന്നതല്ല, ഒരു സംവിധാനം വേണം. ഇപ്പോൾ റാഫേലിനെ കുറിച്ച് താങ്കൾക്ക് അറിയാമായിരിക്കാം, പക്ഷേ എന്നാലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തുക കൊടുത്ത് കരകസ്ഥമാക്കിയിട്ടുള്ള സംവിധാനമാണ്. 36 എയർഫോഴ്സിന് വേണ്ടി 36 റാഫേൽ, 2 നമുക്ക് നാവികസേനയ്ക്ക് വേണ്ടി 26,
ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 1,20,000 കോടി രൂപയാണ്. 1,20,000 കോടി രൂപയാണ്. ആ റഫേൽ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇടിഞ്ഞു എന്ന് ഗവൺമെൻറ് പക്ഷത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പോലും മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതൊക്കെ വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനുണ്ട്. ഇതൊക്കെ കള്ളവാർത്തകളാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് മതഭ്രാന്തിലുണ്ടായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. മറിച്ച് മതനിരപേക്ഷ ഭരണഘടനയുടെ സൃഷ്ടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിധവകളാക്കപ്പെട്ട ആരതിയും ഹിമാൻഷിയും പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടത്. അതായത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല, അവർ നമ്മുടെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള സൈബർ അറ്റാക്ക് എത്രയായിരുന്നു? എന്തുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ ഗവൺമെൻറ് സംവിധാനം ഈ സൈബർ അറ്റാക്ക് ചെയ്ത ഒരുത്തനെ പിടിച്ച് ജയിലിടായിരുന്നത്? എന്തുകൊണ്ടാണ് വിക്രം മിശ്രയ്ക്കെതിരെ ഇത്രത്തോളം അറ്റാക്ക് ഉണ്ടായത്? എന്താ കാരണം? പാകിസ്ഥാനെ അടിച്ചു പരത്തും, ഇതോടുകൂടി പാകിസ്ഥാനിൽ നമ്മൾ ത്രിവർണ്ണ പതാക നാട്ടും എന്ന രീതിയിലൊരു യുദ്ധവരി സൃഷ്ടിച്ചപ്പോൾ, പെട്ടെന്ന് വെടിനിർത്തൽ വന്നപ്പോൾ ഒരു നിരാശയിലേക്ക് ആഴുന്ന ഒരു വിഭാഗം ആൾക്കാരല്ലേ വിക്രം മിശ്രയെ ബലിയാടാക്കാൻ വേണ്ടി ശ്രമിച്ചത്? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇതിനകത്തൊന്നും മറയ്ക്കാനില്ല. ഇത് പാകിസ്ഥാനികൾ ഉണ്ടാക്കിയിട്ടുള്ള സൈബർ അറ്റാക്കാണെന്ന് ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് അന്വേഷണം നടത്തിക്കൂടാ? ഇതൊക്കെയല്ലേ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? വിക്രം മിശ്രി എന്ന് പറയുന്നത് കേവലപരമായിട്ടൊരു ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം ഇന്ത്യയുടെ വക്താവായിട്ട് ഈ സംഘർഷ സമയത്ത് വന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഇവിടെയൊക്കെയാണ് സംശയം. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വിഭജനം സൃഷ്ടിക്കുന്നത്? ഹാഷ്മി, ഒന്നും കൂടി പറയാം. അതായത് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട MP ആയിട്ട് എൻ്റെ സ്നേഹിതൻ കൂടിയാണ് നിഷികാന്ത് ദുബെ, ഞങ്ങളൊരു കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ഇവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇന്ന് മധ്യപ്രദേശിൽ ആ മന്ത്രി വിജയ് ഷാ നടത്തിയ വളരെ എന്താ പറയുക പ്രാകൃതമായ പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ സ്നേഹിതൻ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത് അല്ലേ? യഥാർത്ഥത്തിൽ ആ പ്രസ്താവനയുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, വേണം ഞാൻ ഗോപാലകൃഷ്ണൻ അയച്ചു കൊടുക്കാം. അത് അല്ലെങ്കിൽ പറയുക അതിനകത്ത് എന്താ പറഞ്ഞ്, ഭീകരവാദികളുടെ സഹോദരിയെ തന്നെ ഞങ്ങൾ അവർക്കെതിരെ മറുപടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടയിരുത്തി എന്നല്ലേ പറയുന്നത്? ഇത്രയും ഹീനമായിട്ടുള്ള പ്രാകൃതമായ ഒരു പ്രതികരണം നടത്തിയ ഒരാളെ ന്യായീകരിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ട്. ഇനി എൻ്റെ സ്നേഹിതൻ വിദേശകാര്യ വിദഗ്ധൻ കൂടിയായിട്ടുള്ള നമ്മുടെ അധ്യാപകൻ ജോസഫ് ആന്റണി പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ട്രംപ് ഇതുപോലുള്ള വിടുവായ്പ നടത്തും. പക്ഷേ എനിക്ക് എൻ്റെ സ്നേഹിതനോട് ചോദിക്കാനുള്ളത്, ട്രംപ് ഒരു കോമാളിയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ ശക്തനായിട്ടുള്ള പ്രസിഡന്റ് അയാൾ കോമാളിയാണെങ്കിൽ അയാളെ മൈ ഫ്രണ്ട് ട്രംപ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യില്ലല്ലോ. മൈ ഫ്രണ്ട് ട്രംപ് എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ടിന്, അതായത് തൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് വന്നായത് വിടുവായുത്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പോകണം. ബാക്കിയുള്ള രാഷ്ട്രങ്ങളുടെ എല്ലാ ആൾക്കാരും കൃത്യമായി പ്രതികരിക്കുന്നുണ്ടല്ലോ. ദുർബലമായ ഒരു രാഷ്ട്രമായിട്ടുള്ള ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി അയാൾ അടുത്തിരുന്നു കൊണ്ട് ട്രംപിന് തിരിച്ച് മറുപടി കൊടുത്തില്ലേ? അതേസമയം ഈ പ്രധാനമന്ത്രിയെ അരികിൽ നിർത്തിക്കൊണ്ട് ട്രംപ് ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യയാണ് ഈ പറഞ്ഞ ഈ ടാരിഫിൻ്റെ രാജാവാണ്, ഇത്രയും മോശപ്പെട്ട ഒരു രാജ്യത്തിനെ കാണുന്നില്ല എന്നൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടും കമാദർ അക്ഷരം പറഞ്ഞോ പോയി. പക്ഷേ അതിന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം മൈ ഫ്രണ്ട് എന്നെങ്കിലും ഇനി ആരും പറയില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ഒരുപാട് മറുപടികൾ രാജ്യം വേണം. ഓക്കെ, CB ഗോപാലകൃഷ്ണൻ മറുപടി. അല്ല, വളരെ കൃത്യമായിട്ട് അതിന് മറുപടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ്. ആദ്യം പ്രധാനമന്ത്രി വിശ്വസിക്കണം, ഇന്ത്യൻ സൈന്യത്തിനെ വിശ്വസിക്കണം. ഇന്ത്യൻ സൈന്യത്തിനെയും പ്രധാനമന്ത്രിയും വിശ്വസിക്കാത്ത വർഗമാണ് ഇങ്ങനെ ഇത്തരത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ സൈന്യത്തോട് തെളിവ് ചോദിച്ചു. പുൽവാമ സംഭവം ഉണ്ടായപ്പോൾ അത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ ആളാണ് ഈ ബ്രിട്ടാസ്. ഞാനും ബ്രിട്ടാസും ഒരുമിച്ചിരുന്ന ചർച്ചയിലാണ് പറഞ്ഞത്. ഇന്ന് പാകിസ്ഥാൻ്റെ എയർ മാർഷൽ എന്താ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആ വ്യോമ മേഖലയിലെ അധികായൻ അദ്ദേഹം പറഞ്ഞു, ഔറംഗസീബ് അദ്ദേഹം പറഞ്ഞു പുൽവാമ സംഭവം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവർക്ക് ഓരോ വിഷയത്തിലും ഓരോ സന്ദർഭത്തിലും എന്തിനു പറയുന്നു? ഈ
ഒരു മിനിറ്റ് ഞാൻ തീർക്കട്ടെ, ഞാനൊന്ന് സംസാരിച്ച് തീർക്കട്ടെ. please. ഗോപാലകൃഷ്ണ നിങ്ങൾ പറഞ്ഞു പുൽവാമ ഞാൻ സംഭവത്തെ കുറിച്ച് ഈ- അന്നത്തെ ഈ ഗവർണർ നമ്മളുടെ സത്യപാൽ മല്ലിക് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അതായത് സംസാരിക്കട്ടെ. 40 ഇല്ല, 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 ഇല്ല. ജവാന്മാരെ ഞാൻ നിങ്ങൾ ബലി ഞാൻ കൊടുത്തത് സംസാരിക്കട്ടെ. നിങ്ങളുടെ ഇല്ല, ഇല്ല, രാജ്യമാണെന്ന് അന്ന് ഇല്ല, ഇല്ല, നിങ്ങൾ ഇല്ല, 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 പറഞ്ഞത്. അരുത്, അരുത്, അരുത്. ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കട്ടെ. ജമ്മു ഇല്ല, 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 നമുക്ക് സമയം സത്യപാൽ മല്ലിക് ഇല്ല, നമ്മുടെ അവസാനം മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ. അത് ശരിയല്ല. പഹൽഗാം സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് MA ബേബി പറഞ്ഞത് എന്താ? ഇവരുടെ നേതാവ്, ഈ ബ്രിട്ടാസിന്റെ നേതാവ് MA ബേബി പഹൽഗാം സംഭവം ഉണ്ടായപ്പോൾ എന്താ പറഞ്ഞത്? ബ്രിട്ടാസെ ആദ്യം പോയി MA ബേബിയെ തിരുത്ത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ മുസ്ലിം വൈരാഗ്യം മതം കൊണ്ടുവന്നത് ആരാ? ആദ്യം മതം കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, MA ബേബിയാണ്. അതിനുശേഷമാണ് വദ്ര പറഞ്ഞത്, അതിനുശേഷമാണ് INC 200 പറഞ്ഞത്, അതിനുശേഷമാണ് സീതാരാമയ്യ പറഞ്ഞത്. നിങ്ങൾക്ക് യുദ്ധമുണ്ടാവുന്ന സമയത്ത് പഹൽഗാമിൽ തിരിച്ചടിക്കാതിരുന്നപ്പോൾ എന്തേ തിരിച്ചടിക്കാതിരുന്നത്? എവിടെ പോയി 56 നെഞ്ച് എന്ന് ചോദിച്ചവരാ. തിരിച്ചടിച്ചപ്പോൾ സമാധാനം. ഇപ്പൊ സമാധാനം വേണം. ഇപ്പോൾ പറയുന്ന ട്രംപിന്റെ കാര്യമാണ്. ട്രംപ് പലതും പറയുന്നേ. അതാണ് ശശി തരൂർ പറഞ്ഞത്. ശശി തരൂരിനോളം ഈ കാര്യങ്ങൾ അറിയുന്ന ആള് അല്ലല്ലോ ബ്രിട്ടാസ്. ശശി തരൂർ എന്താ പറഞ്ഞത്? ഒരു മീഡിയേഷനും ഇന്ത്യ നടത്തിയിട്ടില്ല. എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് വന്ന് കിടക്കുന്നു. അപ്പം നമ്മൾ പ്രധാനമന്ത്രിയെ വിശ്വസിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്താണ് ബ്രിട്ടാസെ, നാളെ അടക്കം, ഇന്നലെയും ഇന്നും നാളെയും അടക്കം എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട പഠന ക്യാമ്പ് കിടക്കുന്നുണ്ട്, പ്രസ്ഥാന പഠന ക്യാമ്പ്. അവരുടെ ആ ഫോട്ടോ മുകളിൽ വെച്ചിരിക്കുന്നത് ആരാന്ന് പറയും നിങ്ങൾക്ക്? കാശ്മീർ ഭീകരവാദികൾക്ക് വിട്ടുകൊടുക്കണം, ജയ്ഷെ മുഹമ്മദിന് കൊടുക്കണം എന്ന് വാദിക്കുന്നവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് കണ്ണൂരിൽ നടക്കുകയാണ് പഠന ക്യാമ്പ്. 10, 11, 12, 13 പോയി അത് നിരോധിക്കാൻ INS വിക്രാന്ത് എവിടെയുണ്ട് എന്ന് പറയാ. INS വിക്രാന്തിന്റെ അന്വേഷണം നടത്തിയ ഭീകരവാദി കേരളത്തിലാ. പ്രധാനമന്ത്രി ഒന്നും വിശ്വസിക്കാൻ. എനിക്ക് സമയമില്ല, എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് പോലെ ഇത് പാകിസ്ഥാൻ ഒന്ന് സ്വമേധയാ അവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒന്ന് കീഴടങ്ങിയതാണ്. ആ കീഴടങ്ങലിനെ സ്വന്തം ക്രെഡിറ്റാക്കാൻ നോക്കുന്ന ട്രംപിനോട് ഇനിയെങ്കിലും രാജ്യം ശക്തമായി പറയണം, ട്രംപെ നിർത്ത് കള്ളം. ഇടവേള. ശരിയാണ്, നമുക്ക് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വരും നാളുകളിൽ നല്ല ഏറ്റുമുട്ടലായും ഒക്കെ മാറിയേക്കാം. പക്ഷേ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്: ഓപ്പറേഷൻ സിന്ദൂർ ഒരു ന്യൂ നോർമലാണ്. ഈ രാജ്യത്തെ കടന്നു കയറി നമ്മുടെ നിരപരാധികളെ കൊല്ലാൻ ശ്രമിച്ചാൽ, ഭീകരവാദ പ്രവർത്തനം കാണിക്കാൻ ശ്രമിച്ചാൽ അത് ആക്ട് ഓഫ് വാറാണ്. ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും. അത് ഇക്കുറി ഉള്ള പോലെ ആവില്ല. ഇക്കുറി അത് നിങ്ങൾക്ക് പരമമായ വിനാശമാകും പാകിസ്ഥാനെ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അതിനിടയിൽ സർജൻ സുരേന്ദ്രകുമാർ മോഗ, BSF SI മുഹമ്മദ് ഇംതിയാസ്, ലാൻസ് നായിക് ദിനേഷ് കുമാർ, മുരളി നായിക് തുടങ്ങിയ ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ ചുടുചോര കൊണ്ട് പ്രാണത്യാഗം ചെയ്ത രക്തനക്ഷത്രങ്ങളുണ്ട്. അവരെ ഓർത്തുകൊണ്ട് എൻകൗണ്ടർ പ്രൈം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ടൈം കാണാം. ഗുഡ് നൈറ്റ്.